ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ജനറ്റിക്സിൻ്റെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൃത്യമായി നോട്ട് എഴുതിയണം. ഓരോ കാര്യങ്ങൾ പറയുന്നതും കൃത്യമായി മെൻഷൻ ചെയ്യണം. അത് നോട്ടിൽ ഉണ്ടായിരിക്കണം. നമ്മളിതിൽ ജനറ്റിക് ക്രോസിങ്, മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, പിന്നെ അതേപോലെ മെൻ്റലിൻ്റെ ലോയിൽ നിന്നുള്ള ഡീവിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം മനസ്സിലാകാതെ, ഏതെങ്കിലും ആദ്യത്തെ ഒരു പോർഷൻ മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഒന്നും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. നീറ്റ് എക്സാമിനായാലും ശരി, ബോർഡ് എക്സാമിനായാലും ശരി, നന്നായി ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ജനറ്റിക്സ്. 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് 2 ചാപ്റ്ററിൽ നന്നായി വരാറുണ്ട്. 17-18 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന കേസുകളുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന ഈ ചാപ്റ്റേഴ്സിനെ അതേ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ എക്സാമിനെ വലിയ രീതിയിൽ ബാധിക്കും. ഇത് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. രണ്ടാമത്തത് ക്രോസിങ്, ജനറ്റിക് ക്രോസിങ്, അതായത് മോണോഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ് ക്രോസ് പോലുള്ള സാധനങ്ങളെ പറയുമ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അടുത്ത പോർഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. നോട്ട്സ് മാക്സിമം നമ്മളിവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, നിങ്ങൾ ചില സാധനങ്ങൾ നമ്മൾ പറയുകയുള്ളൂ. ആ പറയുന്ന സാധനങ്ങളടക്കം നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് ഹെഡിങ്ങിൽ തുടങ്ങാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. എന്താണ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൈമാറ്റത്തെയാണ് നമ്മളെന്ത് വിളിക്കുക? ഇൻഹെറിറ്റൻസ്. ആ ക്യാരക്ടർ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഫേഷ്യൽ അപ്പിയറൻസ്, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഒരു ക്യാരക്ടറാണ്. എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോപ്പുലേഷനിൽപ്പെട്ട എല്ലാ ഇൻഡിവിജ്വലിലും കാണപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ഫീച്ചറിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് ഫേഷ്യൽ അപ്പിയറൻസ് ഒരു ക്യാരക്ടർ ആവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ടല്ലോ. നമ്മളുടെ പാരൻസിനും ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അച്ഛന് ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ട്, അമ്മയ്ക്ക് ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ട്, നമുക്ക് ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. ഹോമോസാപ്പിയൻസ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു പോപ്പുലേഷൻ എടുത്താൽ അതിൽ നിർബന്ധമായും കാണപ്പെടുന്ന ഒരു സ്പെസിഫിക് അട്രിബ്യൂട്ടാണ് ഫേഷ്യൽ അപ്പിയറൻസ്. സോ യു ക്യാൻ സേ ദാറ്റ് ഫേഷ്യൽ അപ്പിയറൻസ് ഈസ് എ ക്യാരക്ടർ. ഇനി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെയാണോ നിങ്ങളുടെ ഫേസ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫേഷ്യൽ അപ്പിയറൻസ് നിങ്ങളുടെ അച്ഛനുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണ്, അല്ലെങ്കിൽ മകളോ മകനോ ആണ്. എക്സാക്ട്ലി അച്ഛൻ്റെ ഫേസ് നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ ഫേസ് നിങ്ങൾക്കുണ്ടോ? അതോ രണ്ടുപേരും കൂടെ ചേർന്നത് കൊണ്ട് നിങ്ങളുടെ ഫേസിന്റെ പകുതി അച്ഛനെ പോലെയും പകുതി അമ്മയെ പോലെയാണോ? ഇതിന്റെ ആൻസർ അല്ല എന്നായിരിക്കും, നോ. കാരണം നിങ്ങൾ ക്ലോണുകളല്ലാത്തത് കൊണ്ട് തന്നെ നോ. അങ്ങനെയെങ്കിൽ ഫേഷ്യൽ അപ്പിയറൻസ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിങ്ങളുടെ അച്ഛനിൽ എക്സ്പ്രസ് ചെയ്തതുപോലെയല്ല നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ അമ്മയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷനിൽ മാറ്റം വരും. ആ മാറ്റത്തെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയേഷൻ. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസിൻ്റെയും വേരിയേഷൻ്റെയും ബേസിസ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങളിതിൽ ഓർക്കേണ്ട സാധനം ഇൻഹെറിറ്റൻസ്. സോ വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിന് ഡെഫിനിഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ഓഫ്
transfer of characters from one generation to the next. എന്താണ്? Inheritance is the process of transfer of characters from one generation to the next. രണ്ടാമത്തെ ടേം വേരിയേഷൻ ആണ്. എന്താണ് വേരിയേഷൻ? It is the changes occurring during transfer of characters resulting in change in expression of that character. ഒരു ക്യാരക്ടർ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്തോ ചെറിയ മാറ്റങ്ങൾ കാരണം ആ ക്യാരക്ടറിന്റെ എക്സ്പ്രഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേരിയേഷൻ. അപ്പൊ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനമല്ല മാറുന്നത്, ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ ആണ് മാറുന്നത്. സോ വേരിയേഷൻ ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ക്യാരക്ടർ. സോ വാട്ട് ഈസ് വേരിയേഷൻ? വേരിയേഷൻ ഈസ് ദ ചേഞ്ചസ് occurring during transfer of characters resulting in changes in expression of that character. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ് ക്യാരക്ടർ? വാട്ട് ഈസ് എ ക്യാരക്ടർ? ക്യാരക്ടർ ഈസ് എ സ്പെസിഫിക് attribute or feature present in every individual of a population. ഒരു പോപ്പുലേഷനിൽ പെടുന്ന എല്ലാ ഇൻഡിവിജ്വലിലും കാണപ്പെടുന്ന ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ. ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ട്രെയ്റ്റ്. എന്താണ് ട്രെയ്റ്റ്? ഫേഷ്യൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. എന്നാൽ നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന രൂപങ്ങളെ, ദ എക്സ്പ്രസ്ഡ് ഫോം ഓഫ് എ ക്യാരക്ടർ ഈസ് കോൾഡ് ട്രെയ്റ്റ്. എന്താണ് ട്രെയ്റ്റ്? എക്സ്പ്രസ്ഡ് ഫോം ഓഫ് എ ക്യാരക്ടർ, ഓർ ഇറ്റ് ഈസ് ദ ആൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന വ്യത്യസ്ത രൂപങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രെയ്റ്റ്. ഫോർ എക്സാമ്പിൾ, കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഐ കളർ എടുക്കാം. കണ്ണിന്റെ നിറം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. എന്നാൽ ബ്ലൂ ഐസ്, ബ്രൗൺ ഐസ്, ലൈറ്റ് ബ്രൗൺ ഐസ്, ബ്ലാക്ക് ഐസ്, ഇതൊക്കെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ദാറ്റ് ക്യാരക്ടറാണ്, ഐ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ. അപ്പോൾ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന വ്യത്യസ്ത രൂപങ്ങളെ ട്രെയ്റ്റ് എന്നും ഒരു പോപ്പുലേഷനിൽ പെടുന്ന എല്ലാ ഇൻഡിവിജ്വലിനുള്ള ഒരു പർട്ടിക്കുലർ ഫീച്ചറിനെ ക്യാരക്ടർ എന്നും വിളിക്കുന്നു. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും സാധിക്കുള്ളൂ. പറയുന്നത് വ്യക്തമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ ഫിനോമിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തത് ഗ്രിഗമെന്റൽ ആണ്. നിങ്ങൾ ആളെ മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഗ്രിഗമെന്റൽ was the first to conduct hybridization experiments in Pisum sativum or garden pea. Pisum sativum എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഗാർഡൻ പീയിലാണ് ഗ്രിഗമെന്റൽ അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത്. എന്തുമായി ബന്ധപ്പെട്ട പഠനം? ഇൻഹെറിറ്റൻസ് എങ്ങനെയാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം. ഈ ഗ്രിഗമെന്റൽ അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്ന് പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്ന ലോ
3 ലോ ആണ്. ആ ലോയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ ജനറ്റിക്സിനെ പഠിക്കാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ അഡ്വാൻസ് ജനറ്റിക്സിൽ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പോലും ഈ ബേസ് അറിയാത്ത ഒരാൾക്ക് ജനറ്റിക്സിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗ്രിഗർ മെൻഡലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജനറ്റിക്സ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഹിസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ജനറ്റിക്സ്. മോഡേൺ ജനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങേണ്ടത് പൈസം സറ്റൈവം എന്ന് പറയുന്ന ചെടിയെ എന്തുകൊണ്ട് മെൻഡൽ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. വൈ പൈസം സറ്റൈവം, എന്തുകൊണ്ട് പൈസം സറ്റൈവത്തെ തന്നെ തെരഞ്ഞെടുത്തു? ഓർ വാട്ട് ആർ ദ റീസൺസ് ഫോർ ചൂസിങ് പൈസം സറ്റൈവം ഫോർ ഹിസ് എക്സ്പെരിമെന്റ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, റീസൺസ് ഫോർ ചൂസിങ് പൈസം സറ്റൈവം. ഒന്നാമത്തെ റീസൺ ഈസി അവൈലബിലിറ്റി. ഇഷ്ടം പോലെ കിട്ടാനുണ്ടായിരുന്നു. ഈസി അവൈലബിലിറ്റി മാത്രമല്ല, ആൻഡ് ഈസി ടു കൾച്ചർ എന്ന് വെച്ചാൽ പയറല്ലേ സാധനം, കുറച്ച് മണ്ണിളക്കി അതിലിട്ട് വെള്ളം ഒഴിച്ചാൽ കിളിർത്തോളും എന്ന് വെച്ചാൽ അത് ഉണ്ടായി വന്നോളും. ദാറ്റ് മീൻസ് ഒന്നാമത്തെ റീസൺ അതാണ്, ഈസി അവൈലബിലിറ്റി ആൻഡ് ഈസി ടു കൾച്ചർ. രണ്ടാമത്തെ റീസൺ ഷോർട്ട് ലൈഫ് സ്പാൻ. എന്താണ് ലൈഫ് സ്പാൻ ഷോർട്ട് ആകുന്നതുകൊണ്ടുള്ള മെച്ചം? ഷോർട്ട് ലൈഫ് സ്പാൻ. എന്താണ് ലൈഫ് സ്പാൻ ഷോർട്ട് ആകുന്നതുകൊണ്ടുള്ള ഗുണം? ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ക്യാരക്ടേഴ്സ് എങ്ങനെ കൈമാറുന്നു എന്നല്ലേ പഠിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള ക്യാരക്ടേഴ്സിന്റെ കൈമാറ്റം പഠിക്കണമെങ്കിൽ പെട്ടെന്ന് പുതിയ തലമുറ കിട്ടണ്ടേ. ഇപ്പൊ ലോങ് ലൈഫ് സ്പാൻ ഉള്ള ഒരു ഫോർ എക്സാമ്പിൾ ഒരു തെങ്ങ് വെച്ചാണ് പഠനം നടത്തുന്നത് വിചാരിക്കുക. ആ തെങ്ങ് നട്ട് അത് മുളച്ചുണ്ടായി അതിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ ഒക്കെ ചെയ്ത് കായൊക്കെ ഉണ്ടായി വരുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുടെ ആയുസ് തീരും. അപ്പൊ അത്തരത്തിലുള്ള ചെടികൾ ഉപയോഗിച്ച് പഠനം നടത്തുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നല്ലത് ലൈഫ് സ്പാൻ കുറഞ്ഞ പെട്ടെന്ന് ജനറേഷൻ ഉണ്ടാകുന്ന ചെടിയാണ്. അതാണ് ഷോർട്ട് ലൈഫ് സ്പാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3, ലാർജ് നമ്പർ ഓഫ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ഒരുപാട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ സ്റ്റെം ഹൈറ്റ്, ചെടിയുടെ ഉയരം ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഫ്ലവർ കളർ, ഫ്ലവറിന്റെ നിറം ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. സീഡ് ഷേപ്പ്, സീഡിന്റെ കളർ, ഇതൊക്കെ ഒബ്സർവബിൾ ആണ്. അപ്പൊ എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത വിത്ത് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ്. ട്രെയ്റ്റ് എന്താ നമ്മൾ പറഞ്ഞതാ, ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രസ് ചെയ്യുന്ന രൂപങ്ങളിലുള്ള വ്യത്യാസം അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മെന്റൽ പഠിച്ചപ്പോ അദ്ദേഹം രണ്ട് കളറിലുള്ള ഫ്ലവർ എടുത്തത്. അപ്പൊ ഫ്ലവർ കളർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ 2 എക്സ്പ്രഷൻ, ഒന്നുകിൽ വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ്. സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്താൽ ഒന്നുകിൽ ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റിംഗ് ആയ വ്യതിരിക്തമായ ട്രെയ്റ്റുകളായിരുന്നു ആ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 32ഓളം ക്യാരക്ടേഴ്സ് വെച്ചാണ് മെന്റലിന്റെ സ്റ്റഡി തുടങ്ങുന്നത്. അദ്ദേഹം പബ്ലിഷ് ചെയ്ത റിസൾട്ടിൽ പക്ഷേ 7 എണ്ണമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ 7 എണ്ണത്തെയാണ് നമ്മളും പഠിക്കുന്നത്. അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയതുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ availability of pure line or true breeding pea plants. എന്താണ് ട്രൂ ബ്രീഡിംഗ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ, ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്യുവർ ലൈൻ എന്ന് പറഞ്ഞാൽ
ടോൾ ആയിട്ടുള്ള സ്റ്റെമ്മുള്ള ഒരു പ്ലാന്റിനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹൈബ്രിഡൈസ് ചെയ്തെടുക്കുമ്പോൾ ടോൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ ഡ്വാർഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഘടകങ്ങൾ അതിലില്ല എന്നാണ് അർത്ഥം. അപ്പൊ ടോൾനെസ് എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എത്ര തലമുറ കഴിഞ്ഞാലും അത് എക്സ്പ്രസ് ചെയ്യുള്ളൂ, ആ സ്റ്റെം ഹൈറ്റ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഒരു രീതിയിൽ മാത്രം എത്ര തലമുറ ക്രോസ് ചെയ്താലും എക്സ്പ്രസ് ചെയ്യുന്ന പീ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്യുവർ ലൈൻ. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയുമാണ്. ഈസി അവൈലബിലിറ്റി, ഷോർട്ട് ലൈഫ് സ്പാൻ, ലാർജ് നമ്പർ ഓഫ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, അവൈലബിലിറ്റി ഓഫ് പ്യുവർ ലൈൻ ഓർ ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ്സ്. മറ്റൊന്ന് ലാർജ് പ്രോജനി സൈസ്. എന്താണ് ലാർജ് പ്രോജനി സൈസ് എന്ന് പറഞ്ഞാൽ? പ്രോജനി എന്ന് പറഞ്ഞാൽ തലമുറ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ, കുഞ്ഞുങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഒരു പയർ ചെടിയിൽ നിന്ന് നമുക്ക് ഒരു പയർമണിയെ കിട്ടുള്ളൂ? അല്ല, ഒരു പയർ ചെടിയിൽ നിന്ന് നമുക്കൊരു പയർ കിട്ടി വിചാരിക്കാം. ആ പയറിനകത്ത് തന്നെ ഒരു 10 വിത്തുകളുണ്ട്, 10 മണികളുണ്ടെന്ന് വിചാരിക്കാം, 10 വിത്തുകളുണ്ടെന്ന് വിചാരിക്കാം. ആ 10 വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 പയർ ചെടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഒരു 10 പയർ ഒരു ചെടിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ 10 × 10 സീഡ് നമുക്ക് 100 പയർ ചെടി കിട്ടി. എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായി മനസ്സിലാക്കുക. അദ്ദേഹം ആണ് ആദ്യമായിട്ട് മാത്തമാറ്റിക്കൽ ലോജിക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിയിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആള്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഒട്ടും അംഗീകരിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഗ്രിഗമെന്റൽ ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആയിരുന്നില്ല, ഹി വാസ് എ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു മങ്ക് ആയിരുന്നു. മങ്ക് ഒരു സന്യാസി പോലെയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടില്ല. അതിന്റെ കൂടെ അദ്ദേഹം ഒരു അഡ്വാൻസ്മെന്റ് കൂടി കാണിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിനെ ബയോളജിയിൽ അപ്ലൈ ചെയ്തു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഞാൻ കയറി വരുന്നു, 100 കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. 100 കുട്ടികളിൽ ഞാൻ ഒരാളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാണ്? അപ്പൊ ആ കുട്ടി പറഞ്ഞു അയാൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ്. അപ്പൊ ഞാൻ പറയാണ്, ഈ 100 കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ് എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതേസമയം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 10 ബെഞ്ചിലായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ 20 ബെഞ്ചിലായിട്ട് 5 ആൾ വെച്ചിരിക്കുന്നു. ഞാൻ ഓരോ ബെഞ്ചിൽ നിന്നും ഓരോ ആളുകളെ എഴുന്നേൽപ്പിച്ചു. അപ്പൊ എനിക്ക് 20 ആളുകളെ കിട്ടി. ആദ്യം 100 പേരടങ്ങുന്ന നിങ്ങളെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരൊറ്റ സാമ്പിളാണ്, ഒരാളാണ്. രണ്ടാമത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് 20 ആളുകളാണ്. ആ 20 ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടനാരാണ്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ഒരു 16 ആൾ പറഞ്ഞു ദുൽഖർ സൽമാനാണ്. ബാക്കിയുള്ള ആളുകൾ വേറെ ആളുകളുടെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ്, ഈ 100 കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ്. അതേസമയം ഞാൻ ഈ 100 കുട്ടികളിൽ ഓരോ ആളുകളെയും എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തരോടും ചോദിച്ചു, 100 ആളുകളോടും. അതിലൊരു 67 പേര് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ്. അപ്പൊ ഞാൻ പറയാണ്, ഈ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ്. ഞാൻ ഈ സ്വീകരിച്ച 3 രീതികളിൽ നിങ്ങളെ ഈ 100 ആളുകളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ എടുത്തതാണോ ഡാറ്റ കറക്റ്റ് ആവാൻ, എൻ്റെ അനുമാനം കറക്റ്റ് ആവാൻ സാധ്യത കൂടുതൽ? അതല്ല 20 ആളെ എടുത്തതാണോ എൻ്റെ അനുമാനം കറക്റ്റ് ആവാൻ സാധ്യത കൂടുതൽ? അതല്ല നിങ്ങളെ എല്ലാവരെയും എടുത്തതാണോ സാധ്യത കൂടുതൽ? സ്വാഭാവികമായും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഞാൻ ഓരോ ആളുകളോടും ചോദിക്കുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. എന്ന് വെച്ചാൽ സാമ്പിളിന്റെ സൈസ് കൂടുക എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു അനുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ സാമ്പിൾ സൈസ് കൂടുന്നതോറും എറർ കുറയാനുള്ള സാധ്യത കൂടും. അപ്പൊ പ്രോജനിയുടെ സൈസ് കൂടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രിഗർ മെന്റൽ വാസ് ദ ഫസ്റ്റ് ടു അപ്ലൈ മാത്തമാറ്റിക്കൽ ലോജിക് ടു ദ പ്രോബ്ലംസ് ഇൻ ബയോളജി. അപ്പൊ മാത്തമാറ്റിക്കൽ ആയിട്ട് സോൾവ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന് സാമ്പിൾ സൈസ് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ ലാർജ് പ്രോജനി സൈസ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എഴുതാം, ഇൻക്രീസ് ഇൻ സാമ്പിൾ സൈസ് ഡിക്രീസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ്. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഗ്രിഗർ മെന്റൽ എന്ത് ചെയ്തു? പൈസം സറ്റൈവത്തെ തന്നെ തെരഞ്ഞെടുത്തു. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദ റീസൺസ് ഫോർ ചൂസിങ് പൈസം സറ്റൈവം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗ്രിഗർ മെന്റല് 7 ക്യാരക്ടേഴ്സിനെ, അപ്പൊ ഓരോ ക്യാരക്ടറിനും 2 ട്രൈറ്റ് വെച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 7 ക്യാരക്ടറും ആ 7 ക്യാരക്ടറിന്റെ 14 ട്രൈറ്റുകളും വെച്ചാണ് അദ്ദേഹം പഠനം നടത്തുന്നത്.
അപ്പോൾ നമുക്കിനി അദ്ദേഹം പഠനം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത പൈസം സറ്റൈവത്തിന്റെ 7 ക്യാരക്ടേഴ്സ് ഏതാണും അതിന്റെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകൾ ഏതാണ് എന്നുമാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ടേബിള് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ബോർഡ് എക്സാമിന് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ആ ടേബിൾ വരച്ചതിന് ശേഷം പറയാം. ഓക്കെ.